ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ അഥവാ ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസ് ഹാൻഡിൽ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അതായത് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്, അല്ലേ? എങ്ങനെ നമുക്ക് അതിനെയൊക്കെ കുറച്ചുകൂടി ഈസി ആക്കാം? കേട്ടറിവിലേക്ക് സ്വാഗതം. ഈ ഒരു ഇൻഫോർമൽ സീരീസിൽ നമ്മുടെ കോൺവെർസേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചില പൊടിക്കൈകൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും അങ്ങനെ ഒരുപാട് കണ്ടൻറ്റ് വരുന്നുണ്ട്, അതൊക്കെ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് കോൺവെർസേഷണൽ ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, നമുക്കതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. ഓക്കെ, അപ്പോൾ ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം സുഖമാണോ, എന്തുണ്ട് വിശേഷം എന്നൊന്നും ചോദിച്ചു തുടങ്ങരുത്. ഇത്തരം സിറ്റുവേഷൻസിൽ വെറുതെ കുശലം പറയേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ വായിൽ നിന്ന് ആദ്യം വരേണ്ടത് എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് താങ്ക്സ്. അതായത് എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് താങ്ക് യു. രണ്ടാമതായി പറയേണ്ടത് ഒരു കാര്യത്തിനെക്കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യണമെന്നറിയാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ സംസാരം ഒരു വഴക്ക് എന്നതിലുപരി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ സംസാരമായിട്ട് മാറും. ഇനി മൂന്നാമതായി നിങ്ങൾ പറയേണ്ട കാര്യം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവരുമായി അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ മൊത്തം കോൺവെർസേഷനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് പറയണം. ലൈക്ക്, ഇതൊന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് സമാധാനമായി, അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി, അങ്ങനെയൊക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം അവരോട് അവരുടെ അപ്പോഴത്തെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ചോദിക്കുക എന്നതാണ്. അതായത് ഇതൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നത് അവർക്ക് അവരുടെ ഫീലിങ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓക്കെ ആണോ, അതോ നമുക്ക് ഇനിയും സംസാരിക്കണോ എന്നുള്ള ചോദ്യങ്ങൾ അവർക്ക് അവരുടെ സൈഡ് പറയാനുള്ള അവസരം കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് കേട്ടോ. ഇനി ബുദ്ധിമുട്ടുള്ള കോൺവെർസേഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി അത് മോശം വാർത്തകൾ അറിയിക്കുന്നതായിരിക്കാം. അതായത് നിങ്ങൾക്ക് ഒരാളോട് നെഗറ്റീവായി എന്തെങ്കിലും പറയണം, അതവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് നിങ്ങൾക്കറിയാം, അവർക്ക് ദേഷ്യം വരുമെന്നും അത് അവനെ വിഷമിപ്പിക്കുമെന്നും മൂഡ് കളയുമെന്നും ഒരു പക്ഷേ നിങ്ങളുടെ ആ ബന്ധം തന്നെ ഇല്ലാതാക്കുമെന്നും നിങ്ങൾക്ക് ഏകദേശം ഉറപ്പായിരിക്കും. ഇനി വേറെ ഒരു ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുള്ള കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവായ വിഷയം എങ്ങനെ അവതരിപ്പിക്കുക എന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഭാരമായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അത് ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ ടോപ്പിക് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇതിൽ ഈ മോശം വാർത്ത അറിയിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ മോശം വാർത്ത പറയുന്നു അത്രയും നല്ലത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബ്രേക്കപ്പ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് പിരിച്ചു വിടണമെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് എനിക്ക് നിങ്ങളോടൊരു മോശം കാര്യം പറയാനുണ്ടെന്നായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പ്രയാസമുള്ള എന്തെങ്കിലും കാര്യമാണ് പറയേണ്ടി വരുന്നതെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സംസാരമായിരിക്കും, അതുമല്ലെങ്കിൽ ഇത് സംസാരിക്കാൻ അത്ര സുഖമുള്ളൊരു വിഷയമല്ല എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. എന്നിട്ട് അവർക്ക് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കാൻ, ഒന്ന് പ്രിപ്പയർ ആവാൻ ടൈം കൊടുക്കണം. എന്നിട്ട് ഡയറക്റ്റായിട്ട് പറയാനുള്ള കാര്യം അങ്ങ് പറയണം. ഈ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സിറ്റുവേഷനിൽ അത് ഡയറക്റ്റായി ആദ്യമേ പറയുന്നതാണ് നമുക്ക് അവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദയ. ഇനി സെൻസിറ്റീവായ ഒരു വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്കൊരു സിറ്റുവേഷൻ എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ നിങ്ങളോടോ നിങ്ങളെക്കുറിച്ചോ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നുമെന്ന് വെച്ചോ. അപ്പോൾ അവരോട് എന്തുണ്ടല്ലേ ആ വിശേഷം എന്ന് ചോദിച്ചു തുടങ്ങരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ആ വിഷയം സംസാരിക്കാൻ ഒരു പ്രത്യേക സമയം മാറ്റി വയ്ക്കണം. അതായത്, എടാ അല്ലെങ്കിൽ എടി, നിനക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നീ ഫ്രീ ആവുമ്പോൾ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്നിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത ആ സമയത്ത് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നോട് നീ അന്ന് പറഞ്ഞ ആ കാര്യത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അപ്പോൾ അതിനെന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം തുറന്നവരോട് പറയണം. അതിലവരെന്താണ് പറഞ്ഞതെന്ന് അവരോട് പറയാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് പറയാം. എന്നിട്ട് ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് പറയാനുള്ളതും കൂടെ സമാധാനത്തോടെ തുറന്ന മനസ്സോടെ കേൾക്കണം. അത് നിങ്ങളുടെ കോൺവെർസേഷനെ പ്രൊഡക്റ്റീവ് ആക്കാനും നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കൂടുതൽ നല്ലതാക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത്തരം ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസാണ് ബന്ധങ്ങൾ കൂടുതൽ വളരാനുള്ള അവസരം നൽകുന്നത്. ഇനി ഈ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കോൺവെർസേഷൻ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത്, ഇതൊന്ന് സംസാരിച്ചപ്പോൾ എനിക്കങ്ങ് സമാധാനമായി, അല്ലെങ്കിൽ ഇത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം, അല്ലെങ്കിൽ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം.
അതുപോലെ തന്നെ ഈ ടോപ്പിക്ക് സംസാരിച്ചതിൽ അവർക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിക്കാനും അവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കാനും മറക്കരുത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു ഡിഫിക്കൽട്ട് ടോപ്പിക് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പെരുമാറണം, അവരിങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നൊന്നും നിർബന്ധം പിടിക്കരുത്. പകരം നോക്കൂ, ഞാനിവിടെ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്നൊരു ആറ്റിറ്റ്യൂഡിൽ വേണം ഈ സിറ്റുവേഷനെ സമീപിക്കാൻ. അതായത് നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്നു പറയുകയും മറ്റേ ആൾക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേട്ട് അതിൽ നിന്ന് പഠിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും എന്നുള്ളത് ഷുവറാണ്. പിന്നെ ഈ ബുദ്ധിമുട്ടുള്ള കോൺവെർസേഷനെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളുമായി നിങ്ങൾക്ക് എത്ര ഡീപ്പ് ആൻഡ് മീനിങ് ഫുള്ളായ ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അയാളുമായിട്ട് അത്രയും അധികം ഡിഫിക്കൽട്ടായ കാര്യങ്ങൾ സംസാരിക്കാനും തിരിച്ച് അതുപോലെ ഇങ്ങോട്ടുണ്ടാകുന്ന ആ ഡിസ്കഷൻസ് സഹിക്കാനും നിങ്ങൾക്ക് പറ്റണം. അല്ല ഇനി എളുപ്പമുള്ള സൂപ്പർഫിഷ്യലായ സംസാരം മാത്രം മതിയെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ സൂപ്പർഫിഷ്യലായ ഒരു ബന്ധം മാത്രമേ ഉണ്ടാവൂ എന്നതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളുകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ജീവിതത്തിലെ ഏറ്റവും മോശം സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്നവർ, അവരുമായി നിങ്ങൾ ഉറപ്പായും ഇത്തരം ഡിഫിക്കൽട്ടായ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ഇത്തരം ഡിസ്കഷൻസിനെ പേടിക്കാണ്ട് ഒരു കാര്യവുമില്ല. മറിച്ച് ഈ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങളാണ് നിങ്ങൾക്ക് വിജയിക്കാനും ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും ആവശ്യമായ കാര്യമെന്ന് എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങളും അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നതും കമൻറ്റ് ചെയ്യുക. സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ കേട്ടറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.